ഒരാൾ ഒരു കൊക്കിനെ പന്നികളുടെ കൂട്ടത്തിലേക്ക് ഇറക്കി വിടാണ്. ആ കൊക്കിനെ കണ്ടിട്ട് കൂട്ടത്തിലെ ഒരു പന്നി അല്ലാതെ മോഹിച്ചു പോവാണ്. കൊക്കിന്റെ വൃത്തിയും വെളുത്ത നിറം കണ്ടിട്ട് അതുപോലെ ആകണം എന്ന് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. കൊക്ക് ചളിയിലേക്ക് ഇറങ്ങാത്തത് പോലെ തന്നെ ആ പന്നി അന്ന് തൊട്ടിട്ട് ചളിയിലേക്ക് ഇറങ്ങുന്നത് നിർത്താണ്. തന്റെ മൂക്ക് ചുമരുമിൽ വെച്ച് ഉരതിക്കൊണ്ട് ഷേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഭക്ഷണം ഒരുപാട് ഉണ്ടായിട്ടും കൊക്ക് പോലെ ആവാൻ വേണ്ടി പട്ടിണി കിടക്കാണ്. അങ്ങനെ കൊക്കാവാൻ ശ്രമിച്ചുകൊണ്ട് ഒട്ടും ഹാപ്പി അല്ലാതെ ജീവിച്ച് അവസാനം ജീവിതത്തിന്റെ അവസാന നാളിലേക്ക് എത്തിപ്പെടാണ് ആ പന്നി. പലപ്പോഴും നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ ഒരു അവസ്ഥയെ സൈക്കോളജിയിൽ സോഷ്യൽ കമ്പാരിസൺ തിയറി എന്ന് പറയുന്നു. നമ്മളെപ്പോഴും ആളുകളുടെ റിയൽ ലൈഫിലേക്ക് നോക്കിയിട്ട് റിയൽ ലൈഫിനെ അറിയാതെ പോവുകയാണ്. പല ആളുകളുടെയും വലിയ കാറുകൾ കാണുമ്പോൾ അതിന് പിന്നിലെ ലോണിനെ കുറിച്ച് ചിന്തിക്കാറില്ല. ചിരിച്ച മുഖം കാണുമ്പോൾ അതൊരു സ്ട്രെസ് മറച്ചു വെച്ചിട്ടുള്ള ഒരു കള്ളച്ചിരിയാണോ എന്ന് ചിന്തിക്കാറില്ല. പകരം നമ്മൾ എന്തുകൊണ്ട് എനിക്കങ്ങനെ ഇല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് സ്ട്രെസ് ഫീൽ ചെയ്യണം. പലപ്പോഴും മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളിലേക്ക് മാത്രം കണ്ണു നട്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കാണാനുള്ള കാഴ്ച നഷ്ടപ്പെടുന്നു. അങ്ങനെ പതിയെ നമ്മൾ ഡിപ്രഷൻ മോഡിലേക്ക് വഴുതി വീഴണം. നമുക്ക് കിട്ടിയിട്ടുള്ള പല അനുഗ്രഹങ്ങളും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. ലൈഫിന്റെ അവസാന നിമിഷത്തിലൊക്കെ ആയിരിക്കും പലപ്പോഴും നമുക്ക് ഇത്രയും ബ്ലെസ്സിങ്സ് ഉണ്ടല്ലോ എന്നൊക്കെ മനസ്സിലാവുന്നത്. പക്ഷെ ആ സമയത്ത് അതൊന്നും ആസ്വദിക്കാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ലൈഫ് മനസ്സിലാക്കിക്കൊണ്ട് എൻജോയ് ചെയ്യാം. ഏതൊരു സന്തോഷത്തിന്റെ പിന്നിലും ഒരു സങ്കടം ഉണ്ടാവും എന്നത് മനസ്സിലാക്കാം. നമ്മളെ ലൈഫ് മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ ലൈഫ് ഇംപ്രൂവ് ചെയ്യുക. ഇന്നലെ ഞാൻ ഇങ്ങനെ ആയിരുന്നു, അതിനേക്കാൾ ഇന്ന് ബെറ്റർ ആണ് എന്നുള്ളത് സ്വയം പ്രൂവ് ചെയ്യുക. അതാണ് നമ്മളുടെ വളർച്ചയ്ക്ക് ആവശ്യം. നമുക്കൊരു 10,000 കാര്യങ്ങളില്ലെങ്കിൽ ഒരു 10,000 അനുഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നേടിയെടുക്കാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. അതിനുവേണ്ടി പ്രവർത്തിക്കാം. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് കമന്റ് ബിലോ. താങ്ക് യു.